ഹലോ, പ്രജിയാണ്. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്നറിയോ? വട്ടയപ്പമാണ് കേട്ടോ. വട്ടയപ്പം ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് നമുക്ക് ഈ ഹോസ്റ്റലുകളിലൊക്കെ പെയിൻ ഗസ്റ്റായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരല്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ എളുപ്പമാണ് കേട്ടോ. കാരണം ഇപ്പം വൈകുന്നേരത്തെ ഡിന്നറിനോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു വട്ടയപ്പവും അതുപോലെ ഒരു ചിക്കൻ കറി. അപ്പോൾ ഞാൻ നമ്മുടെ വട്ടയപ്പത്തിനായിട്ട് പച്ചരി എടുത്തിട്ടുണ്ട്. 2.5 നാഴി പച്ചരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏത് പച്ചരി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിലൊക്കെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെയല്ല, നന്നായിട്ട് കൈ വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്കിനി ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു രാവിലെ 10 മണിക്കിട്ടതാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായിട്ടുണ്ട് കേട്ടോ. അത്രയും ടൈം ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് ഇടുക കേട്ടോ. ഒരുപാട് ഇടേണ്ട കാര്യമില്ല. കാരണം നമ്മളിതിലേക്ക് ഇനിയിപ്പോൾ ചോറ്, നമുക്ക് ആവശ്യമുള്ള ചോറ്, തേങ്ങ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഇടാനുണ്ട്. അപ്പോൾ ആവശ്യം അനുസരിച്ചിട്ട് മാത്രം ഇടുക. ഇത് തേങ്ങയാണ്. ഇത് ഞാൻ ഏകദേശം ഒരു അരമുറിയോളം തേങ്ങ, മീഡിയം സൈസ് തേങ്ങ ചിരകിയതിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിലേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു 100 ഗ്രാമോളം ചോറ്, ഒരു പിഞ്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈസ്റ്റ് നമുക്ക് നല്ലതായിട്ട് ഒന്ന് സോഫ്റ്റ് ആവാനും നന്നായിട്ട് പൊന്തി വരുവാനൊക്കെ സഹായിക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒരു തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇതുപോലെ. മധുരം നമ്മൾ ഓൾറെഡി ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ മധുരമൊന്നും ചേർക്കണമെന്നില്ല. ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ സംഭവം നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. ഇതുപോലെ നല്ല അടച്ചുറപ്പുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടച്ച് ഇനി നമുക്കിത് നാളെ തുറക്കാം കേട്ടോ. നാളെ ആയിട്ടുണ്ട്. ഇത് ഞാൻ തുറന്നു. കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക. കൂട്ടത്തിൽ ഈ സമയത്ത് ഉപ്പിടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിടാം കേട്ടോ. ഞാൻ മധുരം ഇട്ടിരിക്കുന്നത് കൊണ്ട് ഉപ്പ് വലുതായിട്ട് ചേർക്കാൻ താല്പര്യമില്ല എനിക്ക്. ഉപ്പ് വേണം എന്നുള്ളവർ ഉപ്പ് നമ്മുടെ രുചിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മളത് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മാവ് ഇരുന്ന് ഇങ്ങനെ വിട്ട് വരാനും എളുപ്പമുണ്ടാവും. അതുപോലെ ചെറിയൊരു നെയ്യുടെ അല്ലെങ്കിൽ ബട്ടറിൻ്റെ എണ്ണയുടെ ഒക്കെ ഒരു ഫ്ലേവറും ഉണ്ടായിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിലേക്ക് മാവ് ഒഴിക്കാം. മാവ് ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, മാവ് ഒഴിച്ച് നമ്മൾ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നേരെ ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇഡ്ഡലി ചെമ്പിലേക്ക് കയറ്റി കൊടുക്കാം. അതുപോലെ തന്നെ മാവ് പാത്രത്തിൽ നിറച്ചൊഴിക്കരുത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. നിറച്ചൊഴിക്കരുത്. ഒരു 1/2 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. കണ്ടില്ലേ? ഇനി നമ്മൾ പാത്രത്തിൽ വയ്ക്കുക, അടയ്ക്കുക. വേവിച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് സംഭവം. ഇതിനെ തണുത്തതിന് ശേഷം ഞാൻ മുറിക്കുവാനായിട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മുറിക്കുക. ആദ്യം ഇതിൻ്റെ അരികു ഭാഗം ഇതുപോലെ ഒന്ന് പതിയെ എന്തെങ്കിലും കൂർത്തൊരു ഇതുപോലെ പിച്ചാത്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാറ്റുക. പാത്രത്തിലൊന്ന് ഇട്ട് നോക്കാം, വിജയിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പാത്രത്തിലെ പണി ചെറുതായിട്ടൊന്ന് പാളി കേട്ടോ. അത് വിജയിച്ചില്ല. പിന്നെ നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും ഇളകി വരുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഇതുപോലെ മുറിക്കുക. ഇപ്പം കാണിച്ചു തരാം. കണ്ടോ, സിമ്പിളായിട്ട് ഇത് ഇളകി വരും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിങ്ങനെ കണ്ടോ എങ്ങനെ ഇതാവുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ.
ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു 4-5 കഷ്ണം ചിക്കൻ. ഒരു കുക്കർ എടുക്കുക, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതും പിന്നെ പച്ചമുളകും ചേർത്ത് ഏകദേശം ഒരു 1/2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിലും സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അത്രയും ഈസിയാണ്. ഞങ്ങൾ ചില ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു സംഭവം ഉണ്ടാക്കും കേട്ടോ. ആ സമയത്ത് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സംസാരിച്ചിരുന്നതിനിടയിൽ ഞാൻ സവോള ഇട്ടിട്ടുണ്ട്. സവോള ചേർത്തിട്ട് നമ്മളൊന്ന് വഴറ്റുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തൊക്കെ ഒന്ന് വഴറ്റി ഏകദേശം ഒരു 1.5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റുക. ശേഷം നമ്മൾ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൽ ഞാൻ ഗരം മസാല ചേർക്കുന്നുണ്ട്. അത് കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഓർ നിങ്ങൾക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഉരുളൻകിഴങ്ങും ചിക്കനും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. കാരണം ഈ മസാല നമ്മുടെ ചിക്കനിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ഒരു വെളുത്ത കളറിൽ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലൊത്തിരി വെള്ളം അങ്ങനെയുള്ള ഒന്നും ഒഴിക്കേണ്ട. ഒരു ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ സംഭവം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ കണ്ടോ, ചിക്കനൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. അതുപോലെ കാണുന്ന പോലെ അല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. 100% ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് പറയണം സംഭവം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കേട്ടോ. കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയുണ്ട് വട്ടയപ്പം? അടിപൊളിയല്ലേ? ഭയങ്കര ഈസി അല്ലേ? വേറെ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ചിക്കൻ കറി എങ്ങനെയുണ്ട്? ഭയങ്കര ഈസി അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പെയിൻ ഗസ്റ്റായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ചിക്കൻ കറിയാണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വട്ടയപ്പവും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ടാറ്റാ.